ശബരിമല ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. മുഖ്യമന്ത്രി ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാവില്ല എന്ന് പറയുന്നത് ധിക്കാരപരമായ സമീപനമായിരുന്നു. കാരണം ഒരു സർക്കാർ സംവിധാനം അത് നേരിട്ട് അയ്യൻ്റെ സ്വർണം കവർന്നത് നോക്കി നിന്ന് അത് മൂടി വെച്ച് മറച്ചു വെച്ച് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് വരെ അത് പുറത്തു പോലും അറിയാതെ കാത്ത അവരുടെ ജാഗ്രത പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശബരിമല ഒരു ഫാക്ടർ തന്നെയാണ്. രണ്ടാമത് ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെൻറ്, ഞാൻ ശബരിമല ഫാക്ടർ എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ഫാക്ടർ മാത്രമായിട്ട് കരുതരുത്. ശബരിമലയിൽ അമ്പലക്കള്ളന്മാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞവരിൽ കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ആ സമീപനത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവർ വിശ്വാസമർപ്പിച്ചത് UDF തന്നെയാണ്. പിന്നെ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും ലാസ്റ്റ് മിനിറ്റ്, അതാണിന്ന് MM മണിയുടെയൊക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത്. AKG സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ MM മണിയുടെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നുമല്ല, ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നും കൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം, അത് റാങ്ക് ആൻഡ് ഫയലിൽ കംപ്ലീറ്റ് ഉണ്ടാവുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ആൾ തൊട്ട് താഴെ തട്ട് വരെ അങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങുകയാണ്. അപ്പം ലാസ്റ്റ് മിനിറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളെന്നവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. വാങ്ങി സാപ്പാട് അടിക്കാൻ കൊടുത്താൽ അപ്പം തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം. അപ്പോൾ ആ ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ, ഇവിടുത്തെ അഴിമതിയുടെ, സാമ്പത്തിക രംഗത്തെ, തീരദേശത്തെ പ്രശ്നങ്ങളെ, മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ, വികസന പ്രശ്നങ്ങൾ, തെരുവുനായയുടെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി BJP വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റോളിലേക്ക് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലേക്ക് എത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ 7 ഉണ്ടായിരുന്നതെന്നും ഇരട്ടിയിലോ അടുത്തോളം വരുന്നു. ഇത് ഒരു അപകടകരമായ സൂചനയാണല്ലോ. അതിനെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? അതല്ല, അതൊരു സ്റ്റേറ്റ് വൈഡ് പ്രതിഭാസമല്ല. അത് CPM ചില ഇടങ്ങളിൽ എന്നുവെച്ചാൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 1-2 ഇടങ്ങളിലെ അഡ്വാൻറ്റേജിന് മറുപടി പറയേണ്ടത് CPM ആണ് യഥാർത്ഥത്തിൽ. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ തവണത്തെ പിന്നെ ഇവിടുത്തെ സീറ്റിൻ്റെ പുനർനിർണ്ണയവും ഇത്തവണ CPM നേതൃത്വം എങ്ങനെയാണ് സീറ്റുകളെ പുനർനിർണ്ണയിച്ചത്, വോട്ടുകൾ എവിടെയൊക്കെ ചേർത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധന നിങ്ങൾ നടത്തിക്കോ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട, നിങ്ങൾ നടത്തിക്കോ. അവർ ജയിച്ച ഇപ്പോൾ ചാലപ്പുറത്ത് BJP ആണ് ജയിച്ചെന്ന് പറഞ്ഞല്ലേ, കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടെ CPM LDF സ്ഥാനാർത്ഥി എത്രാം സ്ഥാനത്താണ് അവിടെ? അതാണ് സീറ്റിനെ, യെസ്, അവിടെയാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിനെ BJPക്ക് വേണ്ടി മുറിച്ചു കൊടുത്തതാണ് CPM. BJPയുടെ സീറ്റ് ഇവിടെ കൂടിയിട്ടാണെങ്കിലും ഇവിടെ UDFനെ പരാജയപ്പെടുത്തിയെന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ CPM ആഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ, നിങ്ങൾ ആ സീറ്റ് വെട്ടിമുറിച്ചതിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിൻ്റെ കണക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് 4ാം സ്ഥാനത്തേക്ക് LDF പോകുന്നത് അതിൻ്റെ കാരണം എന്താ? BJP മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് വിമതനപ്പുറത്തേക്കല്ലല്ലോ. തിരുവനന്തപുരത്തും അതാ ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്തും നഷ്ടം CPMനാണ്. CPM വരുത്തുന്ന നഷ്ടം അവിടെ BJPക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുണ്ടായത്. ഞങ്ങളവിടെ മെച്ചപ്പെടുത്തുക ചെയ്തത്. ഇപ്പോൾ BJP വിജയത്തിന് ഇപ്പോൾ നേമത്ത് K മുരളീധരൻ പരാജയപ്പെട്ടെങ്കിൽ അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് അദ്ദേഹമാണ്, നമുക്കറിയാം. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ പോലും BJP വളർച്ചയ്ക്ക് ഞങ്ങളൊരു കാരണമായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ BJPക്ക് 1-2 സ്ഥലങ്ങളിലുണ്ടായിട്ടുള്ള വർധനവിൻ്റെ റീസൺ അന്വേഷിച്ചെന്നാലും അതിന് BJP നന്ദി പറയേണ്ടതും ജനങ്ങളോട് മറുപടി പറയേണ്ടതും രണ്ടും CPMനോടായിരിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി CPM സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ CPMന്റെ ക്യാമ്പിന് കൂടുതലും രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിലും ആ വിഷയത്തിൽ ഷാഫിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉന്നയിച്ചിരുന്നു. ഇത് രണ്ടും ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. 100%. കാരണം ഇപ്പം ഒരു കാര്യം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലൊക്കെ അവർ തന്നെ കേരളത്തിൽ മുമ്പെടുത്തിരുന്ന സ്റ്റാൻഡ് കേരളത്തിലെ ജനങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പം അവർക്ക് അനുകൂലമാവുന്നവർ മുഴുവൻ നല്ലവരും, ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് അനുകൂലം, അത് ജമാഅത്തെ ഇസ്ലാമി എന്നല്ല CPM പൊതുവെ എടുക്കുന്നത്. ഇപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും മാണി സാറെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്.
ശ്രീ MP വീരേന്ദ്രകുമാറിനെ പറ്റി പോലും എന്തൊക്കെയാണ് അവരിടക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ പിന്നെ പകലിനെ രാത്രിയാണെന്ന് പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുമെന്ന് അവരെല്ലാം ധാരണയുണ്ടെങ്കിൽ അതൊന്നുമല്ല. ജനങ്ങൾ യുക്തിപരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയായിരുന്നു ഇത്തരം വിഷയങ്ങൾ അവർ മറയാക്കി സൂക്ഷിച്ചത്. ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ റിസൾട്ട്. വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും ആ പദവിക്ക് നിരക്കാത്ത വാക്കുകളുമാണ് തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായത് ആ ദിവസങ്ങളിൽ രാഹുലിന്റെ വരവ് ഇതൊക്കെയായിരുന്നു. ആ വിഷയം തീരെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. വാർത്തയായത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു, വാർത്തയായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ. ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് ധീരമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലേ? കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ലേ, നിലപാടെടുത്തിട്ടില്ലേ? അപ്പോൾ ജനങ്ങൾ അതെല്ലാം പരിശോധിച്ചിട്ട് തന്നെയാണ് ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കായിരിക്കും. അവർ വിചാരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിലിങ്ങിൽ എം മണിയുടെയൊക്കെ വാക്കെടുത്താൽ വാങ്ങി ശാപ്പാടടിക്കാൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അതോടുകൂടി ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞൊന്ന് കുത്തിക്കോളും എന്നൊക്കെയുള്ളൊരു ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയ ഭരണ നേതൃത്വവും സർക്കാരുമാണ്. ഇനി ഒരു കാര്യം, CPM പ്രവർത്തകരോടും സാധാരണ പ്രവർത്തകരോടും ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത സാധാരണ പ്രവർത്തകർ വടകര പ്രദേശത്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പിന്നെ കാൽനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഒറ്റയടിക്ക് ഇത്രയും പഞ്ചായത്തുകൾ തിരിഞ്ഞു വരണമെങ്കിൽ അതിൽ കുറച്ചൊക്കെ അവരുടെ വോട്ടുണ്ടാവും. അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത അവർക്ക് ചിലപ്പോൾ അവരുടെ പാർട്ടിയോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഭരണത്തിലിരിക്കുന്നവർക്ക് സർക്കാരിനോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ, അധികാരത്തോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ അതിനെ തിരുത്താനിറങ്ങിയ ചില CPM പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അനുഭാവികളൊക്കെ ഉണ്ടാവും. അവരെ കാര്യം മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വടകര റീജിയണിലൊക്കെ അങ്ങനെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. 3.0 എന്ന് അവരെവിടെയെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടോ അത് ഞങ്ങളെ വല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട്. ആ പ്രചരണത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകരുത് എന്നുള്ള അഭ്യർത്ഥന കൂടെ ഞങ്ങളിപ്പം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് അവർ നടത്തും തോറും ജനങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യും. ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ പറയും, നിങ്ങൾ കുറച്ചും കൂടെ നേരാവണം, കുറച്ചും കൂടെ രംഗത്തിറങ്ങണം, കുറച്ചും കൂടെ സജീവമാവണമെന്ന് ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ ജനങ്ങൾ പറയും.